Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. ഇതിനോടൊപ്പം ഉള്ളത് ആക്ട്രസ് ആണ്, മോഡലാണ്, ഒരു അടിപൊളി റൈഡറാണ് കേട്ടോ. എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം, മീനാക്ഷി സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? അതാണ്ട് അമ്മ ഇരുന്ന് ചിരിക്കോ, പറ. എന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ സൈഡിൽ എപ്പോഴും അമ്മ ഉണ്ടാവും. അത് എനിക്കൊരു നിർബന്ധമാണ്, അമ്മയ്ക്കും അത് സന്തോഷമേ ഉള്ളൂ ചെയ്യാനായിട്ട്. ബുദ്ധിമോശം കാണിക്കരുത് തുടങ്ങിയിട്ടോട് അത്ര. ഫസ്റ്റ് ചെയ്യുന്നത് ദ ഗ്രേറ്റ് ഫാദർ ആണ്, മമ്മൂക്കയുടെ മൂവി. അതെ. ഇനി ലുക്ക് വൈസ് നോക്കുമ്പോ ലുക്ക് വൈസ് വെച്ച് നോക്കുമ്പോ ഉദാഹരണം എന്നെ പോലെ ആയിരിക്കണോ? എനിക്കും ബുള്ളറ്റ് ഉണ്ട് കേട്ടോ. Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. ഇതിനോടൊപ്പം ഉള്ളത് ആക്ട്രസ് ആണ്, മോഡലാണ്, ഒരു അടിപൊളി റൈഡറാണ് കേട്ടോ. തൻ്റെ കുട്ടിക്കാലം മുതലേ അഭിനയിച്ച് വന്ന് ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല പരിചയമുള്ള, നമുക്ക് ചോദിച്ചു പോവാം. മീനാക്ഷി നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ, കാണാൻ കഴിഞ്ഞതിലും ഇന്നൊന്ന് സംസാരിക്കാൻ പറ്റിയതിലും. വിളിച്ച ഉടനെ വന്നു. എല്ലായിടത്തും അങ്ങനെയാണോ? പൊതുവേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. ഇപ്പൊ കാണുന്ന പ്രേക്ഷകർ ഇപ്പം വരുന്നൊരു ട്രെൻഡിങ് കമന്റാ, ഇതാരാ, ഇത് എവിടുന്ന അല്ലേ, കാണാറുണ്ടല്ലോ. അപ്പൊ ആരാണ് മീനാക്ഷി? അങ്ങനെ പ്രേക്ഷകരോട് പറ. മീനാക്ഷി വളർന്നു വരുന്ന ചെറിയൊരു അഭിനേത്രിയാണ്. ചെറുപ്പം തൊട്ടേ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഫാദർ, ആയിഷ, കൂമൻ, അങ്ങനെ കുറച്ച് മൂവീസിലൊക്കെ ചെയ്തതെല്ലാം സിഗ്നേച്ചർ ഉള്ള മൂവീസാ. അപ്പൊ ഫസ്റ്റ് ചെയ്യുന്ന സിനിമ ഏതാ? ഫസ്റ്റ് ചെയ്യുന്നത് ദ ഗ്രേറ്റ് ഫാദർ ആണ്, മമ്മൂക്കയുടെ മൂവി. അതെ. അപ്പൊ നമ്മൾ ഈ ലൊക്കേഷനിലൊക്കെ പോകുമ്പം നമ്മള് സ്ക്രീനിൽ കാണുന്ന വ്യക്തികളാണ് മമ്മൂക്കയൊക്കെ അല്ലേ, ഇവരെ നേരിട്ട് കണ്ടപ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? എനിക്ക് ചെറുപ്പം തൊട്ടേ മമ്മൂക്കനെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് മൂവിയിൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ, റോള് കിട്ടിയെന്ന് തന്നെ അറിഞ്ഞപ്പോൾ. അന്ന് മമ്മൂക്ക ആദ്യമായിട്ട് ലൊക്കേഷനിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ക്രൗഡ് ഉണ്ട്, അതൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഒന്ന് മൊത്തത്തിൽ, അതെ, ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറി മമ്മൂക്കനെ ഒരു വട്ടം കണ്ടു. അപ്പോൾ അന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് അവിടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ സെലിബ്രേഷൻ. അപ്പോൾ അതിനൊക്കെ കേക്കൊക്കെ വായിൽ ചെന്നപ്പോൾ ഐ വാസ് ഓവർ ദ ക്ലൗഡ്സ്. നമ്മളൊക്കെ സ്വപ്നത്തിൽ ചിന്തിക്കുന്നത് നേരിട്ട് സംഭവിക്കും. അതെ. അന്ന് ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ടൈം എനിക്ക് ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ആണ്. ഒന്നും മറക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ ഓർമ്മകൾ. അതൊക്കെ ഏത് പ്രായത്തിലാ? അത് എനിക്ക് 11 വയസ്സായിരുന്നപ്പോൾ. ആദ്യമേ സിനിമയിലാണോ അഭിനയിക്കാൻ വരുന്നതോ ഇതിലെ റിയാലിറ്റി ഷോയിലുള്ള? ഞാൻ ഒരു സിനിമയിൽ തന്നെയാണ് ചെയ്തിരുന്നത് ആദ്യം. റിയാലിറ്റി ഷോ ഏതൊക്കെ ചെയ്തിട്ടുണ്ട്? റിയാലിറ്റി ഷോ ഞാൻ ലാഫിംഗ് വില്ല ചെയ്തിട്ടുണ്ട്, സൂര്യ ടിവിയിലെ. അതിൽ ഒരു 2 സീസൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കണം അല്ലെ സിനിമയിൽ അറിയപ്പെടുന്നൊരു നായികയായി മാറണം എന്നൊരു ചിന്ത വന്നത് എപ്പോഴാണ്? അത് തീരെ കുഞ്ഞിലേ എനിക്ക് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എപ്പോഴും സിക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലാവും. അപ്പോൾ ആലുവ ഒരു ഹോസ്പിറ്റലിൻ്റെ നേരെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് പട്ടണത്തിൽ ഭൂതം ഇറങ്ങിയിട്ടുണ്ട്, മമ്മൂക്കയുടെ മൂവി. അപ്പോൾ അതിൻ്റെ വലിയ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ദിവസവും വാശി പിടിക്കും, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് സിനിമ കണ്ടേ പറ്റൂ. അതെ. എന്നിട്ട് ഹോസ്പിറ്റലിൽ നേരെ ഇറങ്ങിയതും തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. അന്ന് തുടങ്ങിയ ആഗ്രഹം, അന്ന് തുടങ്ങിയ പ്രാന്ത സിനിമ. സത്യം. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് തുടക്കം കുറിക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? പിന്നീട് കുറേ വർഷം ഇങ്ങനെ ട്രൈ ചെയ്ത് ഓഡിഷന് പോയി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മോഡലിംഗ് പാജൻസ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഗ്രേറ്റ് ഫാദറിലേക്ക് കയറിയത്. ഈ ഗ്രേറ്റ് ഫാദർ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ്? ഗ്രേറ്റ് ഫാദർ കഴിഞ്ഞിട്ട് ഞാൻ എന്നാലും ശരത്ത് ചെയ്തു, ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ. അതിൽ നായികയുടെ ചെറുപ്പമാണ് ചെയ്തത്. പിന്നെ സ്വർണ്ണവത്സ്യങ്ങൾ ചെയ്തു, GS പ്രദീപ് സാറിൻ്റെ.
അത് കഴിഞ്ഞ് ചിൽഡ്രൻസ് പാർക്ക് ചെയ്തു. കോണ്ടാക്ട് ആരുടെയൊക്കെ നമ്പർ ഉണ്ട് ഇപ്പോൾ? മമ്മൂക്കയുടെ ഉണ്ട്, മഞ്ജു ചേച്ചിയുടെ ഉണ്ട്, പിന്നെ കുറച്ച് ഉണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും പേരുടെ കോണ്ടാക്ട് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യം തന്നെ. ഇനി മഞ്ജു വാര്യർ, നമ്മുടെ എല്ലാവരുടെയും അല്ലേ മഞ്ജു ചേച്ചിയോടുള്ള എക്സ്പീരിയൻസ്? മഞ്ജു ചേച്ചീനെ ചെറുപ്പം തൊട്ടേ മൂവീസൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പൊതുവേ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ട് തന്നെ മഞ്ജു ചേച്ചിയുടെ മോളായിട്ടൊരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുമ്പോൾ അത് എക്സ്പെക്റ്റ് പോലും ചെയ്യാതെ കിട്ടിയതാണ്. അപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു മനസ്സിൽ. മഞ്ജു ചേച്ചി അടുത്ത് വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ടു, സംസാരിച്ചു. പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് ഇപ്പം ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അഭിനയിക്കാൻ പോകുന്ന സമയങ്ങളിൽ ലൊക്കേഷനിലൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആർട്ടിസ്റ്റ് നേരിട്ട് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. കാരണം നമ്മുടെ മൈൻഡിൽ ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്. ഇവർ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുമ്പം അത്ര നേരം പഠിച്ച ഡയലോഗ് വരെ നമ്മുടെ കൈ വിട്ടു പോകും. അപ്പം ഈ പറയുന്ന മമ്മൂക്കയാണെങ്കിലും മഞ്ജു വാര്യർ ആണെങ്കിലും എങ്ങനെ നമ്മളെ ഓക്കെ ആക്കി എടുത്തു, അല്ലെങ്കിൽ മീനാക്ഷി എങ്ങനെ ഓക്കെ ആക്കി എടുത്തു? അത് മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും എന്തായാലും. പിന്നെ നമ്മളൊരു മൂഡ് സെറ്റ് ചെയ്ത് ആക്ഷൻ പറയുമ്പോൾ അതങ്ങ് തന്നെ വരും. അടിപൊളി. ഞാൻ കേട്ടൊരു കാര്യം, മീനാക്ഷിയുടെ ഏറ്റവും പവർ അല്ലെ, മീനാക്ഷി എവിടെ പോയാലും ചങ്ക് പോലെ കൂടെ നിൽക്കുന്ന അമ്മയാണ്. ഒരു സംശയം അതിൻ്റെ അകത്തില്ല. ഇല്ല. അമ്മയെ പറ്റി എന്ത് പറയാനുള്ളത്? അമ്മ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇങ്ങനെ ഒരു ആക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അതെ, ഫാമിലി മൊത്തം സപ്പോർട്ടാണ്. അങ്ങനെ എന്നെ ഓഡിഷന് കൊണ്ടുപോകും. അങ്ങനെ എന്നെ ഗ്രേറ്റ് ഫാദറിന് കിട്ടിയപ്പോൾ അമ്മ വർക്ക് സ്റ്റോപ്പ് ചെയ്തു എൻ്റെ കൂടെ വരാനൊക്കെ ആയിട്ട്. ജോലി നിർത്തി? അതെ. അമ്മയ്ക്കൊരു കൈയടി കേട്ടോ, അടിപൊളി. അപ്പോൾ എൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ സൈഡിൽ എപ്പോഴും അമ്മ ഉണ്ടാവും. അത് എനിക്കൊരു നിർബന്ധമാണ്, അമ്മയ്ക്കും അത് സന്തോഷമേ ഉള്ളൂ ചെയ്യാനായിട്ട്. അത് വലിയ കാര്യമാണ്. നമ്മുടെ അമ്മമാരൊക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. അതും മീനാക്ഷി അമ്മയും തമ്മിലുള്ള ബോണ്ടെന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡാണ് അല്ലേ? അതെ, അങ്ങനെയാണ്. സന്തോഷമായിട്ട് പോകുന്നു മുന്നോട്ട്. ഓക്കെ. അപ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മോഡലാണ്, ആക്ട്രസ് ആണ്, അതിലുപരി ഒരു റൈഡറാണ്. ചെറുതായിട്ടല്ല. ഏതൊക്കെ ബൈക്കുകൾ ഓടിച്ചിട്ടുണ്ട്? ഞാൻ MT-15 ഓടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു അവഞ്ചർ ഉണ്ട്. പിന്നെ ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്, മീറ്റിയോർ ഓടിച്ചിട്ടുണ്ട്. മീനാക്ഷി ഒക്കെ സ്വന്തമായിട്ട് അവഞ്ചർ ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കാലത്തൊക്കെ ഞാൻ മറ്റേ ചെരുപ്പ് കുത്തിയിട്ട് ഓടിക്കുക. ഇത് അമ്മയാണോ എടുത്തത് വണ്ടി? അച്ഛനും അമ്മയും കൂടി എടുത്തു. അപ്പൊ നമ്മൾ ഈ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പം എപ്പോഴെങ്കിലും അമ്മ നോ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ബൈക്കിലോട്ട് എത്തിയത് എങ്ങനെയാ? ബൈക്ക് എനിക്ക് കുഞ്ഞിലെ ഡ്രൈവിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. എപ്പോഴും അച്ഛനോടും അമ്മയോടും പറയായിരുന്നു വലുതാവുമ്പോൾ എനിക്ക് വണ്ടി എടുത്ത് തന്നെ എന്ന് പറയുമായിരുന്നു. പിന്നെ ആദ്യം വണ്ടി എടുക്കാനായിട്ട് ബൈക്കിലോട്ട് കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അച്ഛന്. പിന്നെ പറഞ്ഞ് ശരിയാക്കി. അപ്പം അങ്ങനെയാണ് അച്ഛനും അമ്മയും വണ്ടി എടുത്തു തരുന്നത്. ആദ്യം പോകുന്ന റൈഡ് എവിടെ ആയിരിക്കും? ട്രിപ്പ് ആദ്യമായിട്ട് ലോങ് ട്രിപ്പ് പോയത് ഇടുക്കിയില്ല. ഒറ്റയ്ക്ക് പോയി? ഒറ്റയ്ക്ക് വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു കൂടെ, ഒരു ഫാമിലി ഫ്രണ്ട് ആണ്. യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടമാണോ? യാത്രകൾ ചെയ്യാൻ ഇനി താല്പര്യമുണ്ട്. അങ്ങനെ ഇതുവരെ വലിയ ട്രിപ്പൊന്നും പോയിട്ടില്ല. ഞാൻ കേട്ടൊരു കഥ കേട്ടോ, നമ്മൾ ഈ യാത്രകൾ പോകുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഓക്കെ ആക്കുമെന്ന് പറയുന്നത് സത്യമാണ്? സത്യമാണ്. അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട്? ഒന്ന് പറ. എനിക്ക് ഞാൻ എൻ്റെ ഹൈസ്കൂളൊക്കെ ചെയ്തത് ഓപ്പൺ സ്കൂളിംഗ് ആയിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലൊന്നും പോകില്ലായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടൊക്കെ കാരണമാണ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ പൊതുവേ എനിക്ക് ഫ്രണ്ട്സൊക്കെ സർക്കിൾസൊക്കെ കുറവായിരുന്നു, സോഷ്യൽ സർക്കിൾസൊക്കെ. അപ്പം എനിക്ക് വീട്ടിലിരുന്ന് ആകെ മടുത്തൊരു സമയമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് പോയപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് എൻ്റെ മൂഡൊക്കെ സെറ്റായി. എൻ്റെ മൈൻഡ് ഓക്കെ ആക്കി എടുത്തു. അതെ. കാരണം ഒരുപാട് ട്രിപ്പിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് വീട്ടിൽ അടച്ചിടുന്ന ആളുകളും ഉണ്ട്. ഈ മീനാക്ഷിയെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും പേഴ്സണലി സന്തോഷം തോന്നുന്നൊരു കാര്യം, ഇന്നും ഒരുപാട് പെൺകുട്ടികൾ വീട്ടിൽ അടയ്ക്കപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ, പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആഗ്രഹത്തിനൊത്ത് വീട്ടുകാർ വിടാത്തത് കൊണ്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ മീനാക്ഷി ഫുള്ള് ഹാപ്പിയാണ്. ഞാൻ ലക്കിയാണ് ഇതിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാരികൾ പറയാറുണ്ടോ നിന്റെ ലൈഫ് എന്ന്? അങ്ങനെ അധികം പറയാറൊന്നുമില്ല, എന്നാലും പറയും ഓ രസമാണല്ലേ പറയും. രസം മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഇടയ്ക്കും കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏറ്റവും വലിയ സ്വപ്നം സിനിമയിൽ ഒരു നായികയായി മാറുക. ആരോട് അഭിനയിക്കണം ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അങ്ങനെ ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടില്ല നായികയായിട്ട് കയറുമ്പോൾ. എന്നാലും എനിക്ക് ഏറ്റവും ആഗ്രഹം ഇപ്പോൾ നല്ല ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഒത്തിരി നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ പൊട്ടൻഷ്യൽ മുഴുവൻ കാണിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ നമ്മൾ സിനിമകൾ കാണുമ്പോൾ നമ്മൾ സിനിമകൾ ആസ്വദിക്കാറുണ്ടല്ലേ, പക്ഷെ ഈ ആസ്വദിക്കുന്ന പോലല്ല ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കഷ്ടപ്പാട്. അത് തിരിച്ചറിഞ്ഞിട്ടില്ലേ? എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു? നമുക്കിപ്പോൾ ഷൂട്ട്
ഒരു രാത്രിയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ലൊക്കേഷനിൽ 6 മണിക്ക് പോകേണ്ടി വരും. അവിടെ ചെന്ന് അവിടെ വീട്ടിൽ സ്കൂളിൽ എഴുന്നേക്കുന്ന 7:30 എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എണീച്ച് ചെല്ലുക. നമുക്ക് എപ്പോഴാണോ ഷൂട്ട് നമുക്ക് ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഓഡിഷന് പോവുക, നമുക്ക് എല്ലാം തന്നെ കിട്ടില്ലല്ലോ. നമ്മൾ അതിനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടും. യാത്രകൾ ഇനിയും തുടരുക. അതെ. ഈ അമ്മ അടുത്ത് മീനാക്ഷിയുടെ ഇരിപ്പുണ്ടെങ്കിലും എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം, മീനാക്ഷി സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിളാണ്. അതാണ്ട് അമ്മ ഇരുന്ന് ചിരിക്കോ, പറ. അല്ല, സിംഗിളാ, ശരിക്കും സിംഗിളിന് മുന്നിൽ ഒരു കഥയുണ്ട്. കരയുന്ന അമ്മ ഇരിക്കുന്നെന്ന്. അങ്ങനെയൊന്നുമില്ല, സിംഗിളാണ്. സിംഗിളാണ്. ഇപ്പം നമ്മൾ അമ്മമാരോട് അത്രയും ക്ലോസ് ആണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയോട് ഞാനും ക്ലോസാണ്. അപ്പം നമുക്ക് ഒരാഗ്രഹം കാണും, അമ്മേ എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തോ പറഞ്ഞു, ഓടി ഇറങ്ങി? അങ്ങനെയല്ല, ബുദ്ധിമോശം കാണിക്കരുതെന്ന് പറയും എന്നോട്. അത്ര തീർച്ചയായിട്ടും. ഇപ്പം മീനാക്ഷിയുടെ സങ്കല്പത്തിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു വരൻ എങ്ങനെ ആയിരിക്കണം? അല്ല, പറഞ്ഞു. എന്നെ പോലെ അഡ്വഞ്ചറസ് ആയിരിക്കണം. തീർച്ചയായിട്ടും. എൻ്റെ ഒരു കരിയറിനൊന്നും തടസ്സം വരുത്തരുത്. എന്തുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ അത്യാവശ്യം നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അതുപോലെ ഞാനും തിരിച്ചു നിൽക്കും. ഇനി ലുക്ക് വൈസ് നോക്കുമ്പോൾ ലുക്ക് വൈസ് വെച്ച് നോക്കുമ്പോൾ ഉദാഹരണം എന്നെ പോലെ ആയിരിക്കണോ ലുക്ക് വൈസ്? കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ലുക്ക് വൈസ് എനിക്കും ബുള്ളറ്റ് ഉണ്ട് കേട്ടോ. ലുക്ക് വൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പൊക്കം ഇഷ്ടമാണ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പം അമ്മ എല്ലാത്തിനും സപ്പോർട്ടാന്ന് പറഞ്ഞു. ഇപ്പം വരൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം സിംഗിൾ ആണോ ചോദിക്കുമ്പോൾ ഇത്ര വിഷമം എന്തോ ഉള്ളില്? വിഷമമൊന്നുമില്ല. ആരോടും പറയാത്ത ചില സത്യങ്ങളുണ്ട്. അങ്ങനെയൊന്നുമില്ല. സിംഗിൾ ആയതിന്റെ ഒരു വിഷമേ ഉള്ളൂ. അത് സിംഗിൾ ആയതിന്റെ വിഷമം എന്തുവാ? കാരണം ക്ലാസ്സിലൊക്കെ എല്ലാരും കമ്മിറ്റ് ആയിരിക്കും അല്ലേ? അല്ല, കരയാതെ പറഞ്ഞോ. പൊതുവെ എല്ലാരും കമ്മിറ്റഡ് ആണ്. ഇപ്പൊ ഞാൻ സിംഗിൾ ആണ്. അത്ര. ഇപ്പൊ നമ്മൾ കോളേജ് ലൈഫ് എടുത്തോ, കൂട്ടുകാരികളെല്ലാം കമ്മിറ്റഡാ. എവിടെയും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇവരുടെ കൂടെ എല്ലാം ഇവരുടെ പാർട്ട്ണറുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ എടുക്കും? ഒന്നും ചെയ്യില്ല, ഞാൻ ഫോൺ നോക്കിയിരിക്കുവാണ്. അത്രേ ഉള്ളൂ. വല്ലാത്ത അവസ്ഥയാണ് അതല്ലേ. ഇനിയിപ്പം മുന്നോട്ടുള്ള ലൈഫിൽ എന്താകണമെന്ന് ആഗ്രഹം? എനിക്കിപ്പോൾ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഒപ്പം തന്നെ കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ആസ് എൻ ആക്ട്രസ് എനിക്ക് ബ്ലൂം ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ മോഡലിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ഒരു പെൺകുട്ടി ഇച്ചിരി വസ്ത്രം ഇറക്കം കുറഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെ. അങ്ങനെ ഏതെങ്കിലും ഫോട്ടോ ഇടുന്ന സമയത്തോ റീൽ ഇടുന്ന സമയത്തോ ഈ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അവര് പറയാനുള്ളത് പറഞ്ഞോട്ടെ, എനിക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ബാധിക്കുന്നില്ല. പിന്നെ ഒത്തിരി മോശമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ അധികം മനസ്സിലോട്ട് എടുക്കാറില്ല. ഈ ഓരോ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മയോട് ചോദിക്കുവോ? എൻ്റെ അമ്മയോട് ഒപ്പീനിയൻ ചോദിച്ചിട്ടേ ഞാൻ എന്നും ചെയ്യാറുള്ളൂ. അപ്പൊ മൊത്തത്തിലൊരു വൈബാ. അതെ. മീനാക്ഷി ഒരു പാട്ടുകാരിയാണ്, എന്നാലും പാടും. അപ്പൊ നമുക്ക് വേണ്ടി 2 വരി പാടാൻ പോകുന്ന പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ? അങ്ങനെയല്ല, കേൾക്കാറുള്ള പാട്ടാണ്. I've never known someone like you, tangled in love, stuck by you from the curve. Don't forget to kiss me, or else you have to miss me. I guess I'm stuck forever by the cook. ഓ സൂപ്പർ, അടിപൊളി കേട്ടോ. പാടുന്നുണ്ട് ചെറുതായിട്ട്. ഈ പാട്ടൊക്കെ ആസ്വദിക്കാറുണ്ടോ? ഏത് സമയങ്ങളിലൊക്കെ പാട്ട് ആസ്വദിക്കാറുള്ളത്? വണ്ടി ഓടിക്കുമ്പോൾ, പിന്നെ ജിമ്മിൽ കേൾക്കും, പിന്നെ കോളേജിൽ വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കും. ഞാൻ കേട്ടൊരു കഥയുണ്ട്, നല്ല വണ്ണമായിരുന്നു, എത്ര കിലോ കുറച്ചു? എനിക്കൊരു 75ഓളം കിലോ ആയിരുന്നു. ഒരു കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത്. കാരണം നമ്മൾ വീട്ടിൽ ഇരിക്കും, വെറുതെ കഴിച്ചോണ്ടിരിക്കും. അതെ. അത് കഴിഞ്ഞിപ്പോ ഒരു 62-63 ആയി. എത്ര കിലോ കുറച്ചു? 12-13 കിലോ ആയിട്ടുണ്ടാവും. 13 കിലോ കുറച്ചു. ഇന്ന് ഒരുപാട് മീനാക്ഷിയെ പോലെ വീഡിയോ കാണുന്നവരുണ്ട് ഇന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര വണ്ണമായിരിക്കും, ചിലപ്പോൾ ജിമ്മിൽ പോകാൻ മടിയായിരിക്കും. ഇതുപോലെ തന്നെ ഒരു പക്ഷെ മടി മീനാക്ഷിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതിനെ എങ്ങനെയാ മാറ്റിയെടുത്തത്? അല്ലെങ്കിൽ നമ്മൾ വണ്ണമുള്ള ശരീരം പെട്ടെന്ന് ഒന്ന് നമ്മുടെ ഫിറ്റ് ആയി കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. പറഞ്ഞേ.
എനിക്ക് പണ്ടോട്ടേ ഞാൻ ജിമ്മിൽ പോവായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് പൊതുവെ ഭയങ്കര മടിയായിരുന്നു ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ സ്വയം എനിക്ക് തോന്നി ചേഞ്ച് വരുത്തിയാലേ ഒരു നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതെയാ. അപ്പോ അങ്ങനെ ഒറ്റ ഡെഡിക്കേഷനിൽ അങ്ങ് കുറച്ചതാ. ഈ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും ഭയങ്കര ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഡ്രസ് സൈസ് ഒക്കെ നല്ലോണം കുറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിലും മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ. ഈ നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് നമുക്ക്. അതെ അതെ, എന്തായാലും അതെ തോന്നിയിട്ടുണ്ട്. നമുക്ക് ലൈക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റും കിട്ടും. അതുപോലെ തന്നെ കാണാനും ഷേപ്പായിട്ടിരിക്കുമ്പോൾ നമുക്കാണെങ്കിലും മനസ്സിന് സന്തോഷം ഉണ്ടാവുമല്ലോ. അതെ. ഈ സ്കൂളിലെ സൗഹൃദങ്ങളൊക്കെ എന്ത് പറയുന്നു? സ്കൂളിലെ ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. പിന്നെ അങ്ങനെ മീനാക്ഷിയുടെ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? കരിയർ സെറ്റ് ആവണം. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ട്രാവലിംഗ് അങ്ങനെയൊക്കെ കുറേ താല്പര്യങ്ങളുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ ആയിട്ട് ഓരോന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം സെറ്റ് ആവട്ടെ. ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ.